ഇന്ത്യക്ക് അമേരിക്കയും റഷ്യയും ഒരുപോലെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ആവശ്യമുണ്ട്. ഇതിലേത് യുദ്ധവിമാനം തിരഞ്ഞെടുക്കും എന്നൊക്കെയുള്ളത് പല ക്രൈറ്റീരിയകൾ അടിസ്ഥാനമാക്കിയാവും. അപ്പോൾ സ്വാഭാവികമായ ഉണ്ടാവുന്ന ചില സംശയങ്ങളുണ്ട്. എന്താണ് ഈ യുദ്ധവിമാനങ്ങളിലെ തലമുറകൾ? 1ാം തലമുറ, 2ാം തലമുറ, 4ാം തലമുറ, 4.5 തലമുറ, 5ാം തലമുറ, ഇതൊക്കെ നമുക്കൊന്നറിയണ്ടേ? നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോകൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ ഫോണിൻ്റെ തലമുറകളെപ്പറ്റി, ജനറേഷൻസിനെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 5G ഫോണുകളുടെ കാലമാണ്. അടുത്ത കാലം വരെ അത് 4G ആയിരുന്നു, അതിനു മുമ്പ് 3G ആയിരുന്നു. എന്താണ് ആ വ്യത്യാസം എന്ന് നമുക്കറിയാം. 1990കളിൽ മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വലിയ കെട്ടുവള്ളത്തിൻ്റെ വലിപ്പത്തിലുള്ള വലിയ ആൻറ്റിനയുമൊക്കെയായി, വലിയ ഭാരമുള്ള, കഷ്ടിച്ച് 100 നമ്പർ മാത്രം സേവ് ചെയ്യാവുന്ന, ഫോൺ വിളിക്കാനും ഫോൺ എടുക്കാനും അതുപോലെ SMS അയക്കാനും SMS കാണാനും മാത്രം കഴിയുന്ന, കഷ്ടിച്ച് പാമ്പ് ആപ്പിൾ തിന്നുന്ന പോലെ ഒരു ഗെയിമുള്ള ഒരു ബേസിക് ഫോൺ, അതായിരുന്നു 1ാം തലമുറ ഫോൺ. 1990കളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാനൊക്കെ ആ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് മാറി ഇന്ന് മൊബൈൽ ഫോൺ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അത് ഇന്ന് നമുക്ക് ഭക്ഷണവും വെള്ളവും പ്രാണവായുവും പോലെ അത്രത്തോളം അനിവാര്യമായ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. വെറും ഫോൺ വിളിക്കുക, ഫോൺ എടുക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ മാറി നമ്മുടെ സമസ്ത ജീവിത മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപാധിയായി മൊബൈൽ ഫോൺ മാറിക്കഴിഞ്ഞു. അതായത് ഇത് പല തലമുറകളിലൂടെയാണ് വന്നത്. നെറ്റ് ഉപയോഗിക്കാവുന്ന ഫോൺ വന്നു, നെറ്റിൻ്റെ സ്പീഡ് കൂടുതലുള്ള ഫോൺ വന്നു. അങ്ങനെ പല തലമുറകൾ മാറിയാണ് ഇപ്പോൾ ഇത് 5th ജനറേഷൻ 5G എന്ന ആ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായല്ലോ. ഒരു ടെക്നോളജിയിൽ നിന്ന് അടുത്ത ആ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്ഡ് ഫോമിലേക്കുള്ള മാറ്റമാണ് ജനറേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ടെക്നോളജിയുടെ ജനറേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും ഉള്ളത്. യുദ്ധത്തിൽ വിമാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 100 വർഷത്തിലേറെയായി. 1ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലം മുതൽ തന്നെ യുദ്ധങ്ങളിൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിലും ലോകം മുഴുവനുമുള്ള എല്ലാ വൻശക്തികളും വളരെ വ്യാപകമായി വിമാനങ്ങൾ ഉപയോഗിച്ചു. ഈ 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ജെറ്റ് വിമാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊപ്പല്ലർ വിമാനങ്ങളിൽ നിന്ന് മാറി യുദ്ധവിമാനങ്ങൾ ജെറ്റ് യുഗത്തിലേക്ക് കടക്കുന്നത് അപ്പോഴാണ്. എന്താണ് ജെറ്റ് വിമാനങ്ങൾ എന്നുള്ളത് നമ്മളിവിടെ പല വീഡിയോകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രൊപ്പല്ലർ വിമാനങ്ങൾ വായുവിനെ പിന്നോട്ട് വലിച്ച് ആ ശക്തി കൊണ്ട് വിമാനത്തെ മുൻപോട്ട് നയിക്കുന്നതാണെങ്കിൽ, ജെറ്റ് വിമാനങ്ങൾ ഇന്ധനങ്ങൾ കത്തി അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ ഹൈ പ്രഷറിലുള്ള വാതകങ്ങളെ പിന്നിലുള്ളൊരു നോസിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ ഓപ്പോസിറ്റിലുണ്ടാകുന്ന ട്രസ്റ്റ് ഉപയോഗിച്ച് മൂവ് ചെയ്യുന്നവയാണ് ജെറ്റ് വിമാനങ്ങൾ. അതായത് അവിടെ ഒരു ജെറ്റ് ഫോം ചെയ്യുകയാണ്. പിന്നെ ഈ ജെറ്റ് വിമാനങ്ങളെയാണ് തലമുറകളായി വിഭജിച്ചിട്ടുള്ളത്. ഏകദേശം 1990 വരെ ഇവയെ ഇങ്ങനെ തലമുറകളായിട്ടൊന്നും വേർതിരിച്ചിട്ടുണ്ടായിരുന്നില്ല. 1990ൽ റിച്ചാർഡ് ഹാലി എന്ന ഒരു പ്രതിരോധ വിദഗ്ധനാണ് പല തലമുറകളായിട്ട് ഈ ജെറ്റ് വിമാനങ്ങളുടെ, ജെറ്റ് ഫൈറ്ററുകളുടെ പുരോഗമനത്തെ സെഗ്രിഗേറ്റ് ചെയ്തത്, വേർതിരിച്ചത്. അത് സബ്സോണിക്, ട്രാൻസോണിക്, സൂപ്പർസോണിക്, മാക് 2 എന്നൊക്കെയുള്ള ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് നൽകിയത്. സബ്സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിനേക്കാൾ വേഗത കുറവുള്ള അവസ്ഥ, അതാണ് സബ്സോണിക്. ട്രാൻസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവേഗതയോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥ. സൂപ്പർസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവേഗതയേക്കാൾ വളരെ കൂടിയ വേഗതയുള്ളത്. മാക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗതയുള്ളത്. ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷനാണ് അദ്ദേഹം കൊടുത്തത്. പിന്നീട് അത് വളരെ വിശദമായ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി. ആ ക്ലാസിഫിക്കേഷൻസാണ് നാം ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത്. 1943 2ാം ലോകമഹായുദ്ധത്തിൻ്റെ ഏതാണ്ട് അവസാനത്തോടു കൂടിയാണ്
ജെറ്റ് വിമാനങ്ങൾ, ജെറ്റ് ഫൈറ്ററുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അതാണ് ഒന്നാം തലമുറ. ആ ഒന്നാം തലമുറ വിമാനങ്ങളിൽ പൈലറ്റിൻ്റെ സ്കില്ലിന് വളരെ വലിയ റോളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിമാനങ്ങളിൽ റഡാർ ഉണ്ടായിരുന്നില്ല. പൈലറ്റിൻ്റെ വിഷൻ, പൈലറ്റിൻ്റെ സ്കില്ല്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ആ വിമാനത്തിൻ്റെ പെർഫോമൻസിനെ ശരിയായി നിയന്ത്രിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് തോക്കുകളും പീരങ്കികളും എല്ലാം ഉണ്ടായിരുന്നു. ഉന്നം പിടിച്ച് ഭൂമിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ശത്രു ലക്ഷ്യങ്ങളെ ഉന്നം പിടിച്ച് വെടിവെച്ച് വീഴ്ത്തുക, അതിനിടയിൽ ഈ വലിയ വേഗതയിൽ ഇത് പറത്തുക, ഇതെല്ലാം ചേർന്ന ഒരു സംവിധാനമായിരുന്നു ആദ്യകാലത്തെ ആ ഒന്നാം തലമുറ ജെറ്റ് ഫൈറ്ററുകൾ. ME-262 ജർമ്മനിയുടെ ഒരു ഒന്നാം തലമുറ യുദ്ധവിമാനമായിരുന്നു. അതേപോലെ റോയൽ ബ്രിട്ടീഷ് എയർവേസിൻ്റെ വാമ്പയർ, അതേപോലെ ഈ F-16 വിമാനങ്ങളുടെയൊക്കെ പൂർവികനായ P-80 ലോക്ഹീഡ് മാർട്ടിൻ, അമേരിക്കയിലെ ലോക്ഹീഡ് മാർട്ടിൻ ഉണ്ടാക്കിയ ഇവയൊക്കെ ആയിരുന്നു ഒന്നാം തലമുറയിലെ പ്രധാനപ്പെട്ട ഫൈറ്ററുകൾ. രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ കോൾഡ് വാർ, ശീതയുദ്ധം ആരംഭിച്ചപ്പോൾ ഏറ്റവും അധികം ഈ വൻശക്തികൾ ഇൻവെസ്റ്റ് ചെയ്തതും ഗവേഷണം നടത്തിയതും ഈ യുദ്ധവിമാനങ്ങളുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് പിന്നീടുള്ള കാലത്ത് അതിലുണ്ടായത്. ആ കാലത്താണ് ഈ രണ്ടാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ടാകുന്നത്. അവ സബ്സോണിക് ആയിരുന്നില്ല, അവ സൂപ്പർസോണിക് സ്പീഡിൽ പോകുന്നവയായിരുന്നു. ആ കാലത്ത് 1950 മുതൽ ഏതാണ്ട് 65 വരെയുള്ള കാലമാണ് ഈ സെക്കൻഡ് ജനറേഷൻ ഫൈറ്ററുകളുടെ കാലം എന്ന് പറയുന്നത്. അന്നുണ്ടായ ഏറ്റവും വലിയ വിഖ്യാതമായ ഫൈറ്ററാണ് MiG-21 എന്നുള്ളത്. MiG-21 എന്നുള്ള പേര് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഇന്നും ഭാരത വ്യോമസേന ഉപയോഗിക്കുന്ന ഒരു ഫൈറ്ററാണത്. ആ കാലത്ത് ഏറ്റവും ഗംഭീരമായ പ്രകടനം നടത്തിയ ഒരു ഫൈറ്ററായിരുന്നു ആ MiG-21. അത് അപാരമായ മാനുവറബിലിറ്റി, അതായത് ഈ വായുവിലൂടെ തിരിഞ്ഞും മറിഞ്ഞും കുട്ടിക്കരണം മറിഞ്ഞുമൊക്കെ ശത്രുവിനെ കബളിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു. സത്യത്തിൽ പാശ്ചാത്യ ലോകത്തിന് കിടുകിട ഉറപ്പിച്ച ഒരു യുദ്ധവിമാനമായിരുന്നു ഈ MiG-21 എന്ന് പറയുന്നത്. അതേപോലെ F-104, F-16കളുടെയൊക്കെ പൂർവികനായിട്ടുള്ള F-104, അതുപോലെ മിറാഷ് 3, ഇതൊക്കെ ഈ സെക്കൻഡ് ജനറേഷൻ ഫൈറ്ററുകളിൽ വരുന്നതാണ്. ഈ സെക്കൻഡ് ജനറേഷൻ ഫൈറ്ററുകളിലാണ് ആദ്യമായി ഫ്ലൈറ്റിൽ തന്നെ റഡാർ പിടിപ്പിച്ചത്. ലക്ഷ്യങ്ങൾ വളരെ മുൻകൂട്ടി കാണാനും ഒക്കെ കഴിയുന്നവ. അതുമാത്രമല്ല, ആഫ്റ്റർ ബേണിംഗ് ടെക്നോളജിയും അതിൻ്റെ അകത്ത് ആ സെക്കൻഡ് ജനറേഷനിലാണ് വന്നത്. ആഫ്റ്റർ ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ വിമാനങ്ങൾ പറക്കുന്നത്. അതിൻ്റെ കംപ്രസറിൽ ഫോം ചെയ്യുന്ന ആ ഇന്ധനം കത്തി ഫോം ചെയ്യുന്ന ആ ഗ്യാസ് വലിയ മർദ്ദത്തിൽ പുറത്തേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ത്രസ്റ്റ്, അങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ഗ്യാസിലേക്ക് വീണ്ടും ഇന്ധനം സ്പ്രേ ചെയ്ത് അവയെ വീണ്ടും കത്തിച്ച് അഡീഷണൽ ത്രസ്റ്റ് നൽകുന്ന ആ ഒരു വിദ്യയാണ് ഈ ആഫ്റ്റർ ബേണിംഗ് എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ബേണിംഗ്, ഇന്ധനം കത്തിക്കഴിഞ്ഞു, ജെറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് ചെയ്യുന്നു, അതാണ് ആഫ്റ്റർ ബേണിംഗ്. ആ ആഫ്റ്റർ ബേണിംഗ് ടെക്നോളജിയാണ് ഈ വിമാനങ്ങൾക്ക്, രണ്ടാം തലമുറയിലെ വിമാനങ്ങൾക്ക് സൂപ്പർസോണിക് സ്പീഡ് നൽകിയത്. അത് വളരെ കാലം ലോകത്തിലെ ആകാശങ്ങളെ അടക്കി ഭരിക്കുക തന്നെ ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് MiG-21 എന്ന് പറയുന്ന വിമാനമാണ്. 70കളിൽ ഇന്ത്യ സ്വന്തമാക്കിയ വിമാനം ഇപ്പോഴും വ്യോമസേനയുടെ ഭാഗമാണ്. പക്ഷേ അതെല്ലാം വയസ്സായി വളരെ വളരെ മോശമായ അവസ്ഥയിലാണ്. ഇപ്പോഴത് അറിയപ്പെടുന്നത് ഫ്ലൈയിങ് കോഫിൻസ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. കാര്യം ഒരു കാലത്തെ രാജാക്കന്മാരായിരുന്നു അവർ. അതിനുശേഷം പിന്നീട് 70കൾക്ക് ശേഷമാണ് തേർഡ് ജനറേഷൻ ഫൈറ്ററുകൾ വരുന്നത്. ഈ തേർഡ് ജനറേഷൻ ഫൈറ്ററുകളിൽ 1ലും 2ലും ഉള്ള ആ ടെക്നോളജി, ആ പ്രത്യേകതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ കഴിയുന്ന കൂടുതൽ ടെക്നോളജികൾ അതിൽ വന്നു. അവയാണ് മാക് 2 സ്പീഡിൽ. മാക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാവുന്നവയായിരുന്നു അവ. അതിലാണ് ആദ്യമായി ലേസർ ഗൈഡഡ് മിസൈലുകളും ലേസർ ഗൈഡഡ് ബോംബുകളും വെച്ചിരുന്നത്. 2 തലമുറ വരെയുള്ള വിമാനങ്ങളിൽ ഈ ബോംബുകളൊക്കെ ഒരു ലക്ഷ്യത്തിൻ്റെ മുകളിൽ ചെന്ന് ഏകദേശം പൈലറ്റിൻ്റെ ഒരു ഐഡിയ വെച്ച് കണക്കുകൂട്ടി അങ്ങ് താഴേക്ക് ഇടുകയാണ്. അത് അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിയാൽ എത്തി, ഇല്ലെങ്കിൽ ഇല്ല.
എന്നാൽ ഈ ലേസർ ഗൈഡഡ് ബോംബുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഒരു ലേസർ ഗൺ കൃത്യമായി അതിൻ്റെ ലക്ഷ്യത്തിൽ ഒരു മാർക്കിംഗ് നടത്തും. ആ മാർക്കിങ്ങിലേക്ക് മാത്രമേ ഈ ബോംബുകൾ പോവുകയുള്ളൂ. വിമാനം അത് എവിടെ ഡ്രോപ്പ് ചെയ്താലും കൃത്യമായി അതിൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ ലേസർ ഗൈഡഡ് ബോംബുകൾ, ലേസർ ഗൈഡഡ് മിസൈലുകളൊക്കെ ഘടിപ്പിച്ച ആ വിമാനങ്ങളാണ് ഈ 3rd ജനറേഷൻ ഫൈറ്ററുകൾ. അതുമാത്രമല്ല ഇംപ്രൂവ്ഡ് റഡാർ കേപ്പബിലിറ്റി, അതായത് വളരെ ദൂരെ നിന്ന് വരുന്ന ശത്രു വിമാനങ്ങളെ തിരിച്ചറിഞ്ഞ് പൈലറ്റിന് വേണ്ട നടപടി എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ മാക് 2 സ്പീഡിൽ തന്നെ ഒരുപാട് വലിയ മാനുവറബിലിറ്റി, അതിൻ്റെ നേരെ വരുന്ന മിസൈലുകളിൽ നിന്ന് മിന്നൽ വേഗത്തിൽ ഒഴിഞ്ഞു മാറുകയും രക്ഷപ്പെടാനും ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഇതെല്ലാം ആ 3rd ജനറേഷൻ ഫൈറ്ററുകൾക്കുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിൽ തന്നെ ആ ഭൂമിയിലെ ടെറൈൻ തിരിച്ചറിഞ്ഞ്, ഭൂപ്രകൃതി തിരിച്ചറിഞ്ഞ് പൈലറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന രീതിയിലുള്ള സിസ്റ്റവും 3rd ജനറേഷൻ ഫൈറ്ററുകളിലുണ്ട്. MiG-23, Su-17, അമേരിക്കയുടെ ഡഗ്ലസ് എന്നിവയൊക്കെ ഈ 3rd ജനറേഷൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഏകദേശം 80കൾക്ക് ശേഷമാണ് ഈ 4th ജനറേഷൻ ഫൈറ്ററുകൾ വരുന്നത്. സത്യത്തിൽ ഇന്നും ലോകത്തുള്ള ഏതാണ്ട് എല്ലാ വ്യോമസേനകളുടെയും നട്ടെല്ലാണ് ഈ 4th ജനറേഷൻ ഫൈറ്ററുകൾ. ഏറ്റവും കൂടുതൽ കാലം ലോകത്തിലെ വ്യോമസേനകൾ ഉപയോഗിച്ച ഫൈറ്ററുകൾ എന്ന് പറയുന്നത് ഈ 4th ജനറേഷൻ ഫൈറ്ററുകളാണ്. അതിൻ്റെ അകത്ത് ഈ 3rd ജനറേഷൻ വരെയുള്ള ടെക്നോളജി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി അഡ്വാൻസ് ടെക്നോളജികൾ ഈ 4th ജനറേഷനിൽ വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൈലറ്റിന് കൂടുതൽ ചിന്തിക്കാനും പൈലറ്റിൻ്റെ ആ കഴിവുകളെ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാനും പൈലറ്റിനെ സഹായിക്കുന്ന ആ ഒരു ടെക്നോളജിയാണ് ഈ ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്നത്. അത് പറന്നു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റിന് തുടർച്ചയായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതിൻ്റെ വിമാനത്തിൻ്റെ കൺട്രോൾ ഒരു പരിധിവരെ ഈ വിമാനത്തിലെ കമ്പ്യൂട്ടറുകൾ തന്നെ ചെയ്യും. ഇതെല്ലാം കൂടെ ചേർന്ന സങ്കീർണമായ ടെക്നോളജിയാണ് ഫ്ലൈ ബൈ വയർ ടെക്നോളജി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ ത്രസ്റ്റ് ടു വെയ്റ്റ് റേഷ്യോ വളരെ മികച്ചതാണ്. ത്രസ്റ്റ് വെയ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ചത് പറഞ്ഞാൽ ത്രസ്റ്റും വെയ്റ്റും തമ്മിലുള്ള ആ ഒരു പർട്ടിക്കുലർ റേഷ്യോ മികച്ചതായാൽ ഈ വിമാനങ്ങളുടെ മാനുവറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ വെട്ടിത്തിരിഞ്ഞു പോകാനുള്ള കഴിവ്, അതുവരെയുള്ള വിമാനങ്ങൾക്ക് സൂപ്പർ മാനുവറബിലിറ്റി ആയിരുന്നുവെങ്കിൽ ഈ 4th ജനറേഷൻ വിമാനങ്ങളുടേത് ഹൈപ്പർ മാനുവറബിലിറ്റിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ വിമാനങ്ങൾക്ക് നേരെ വരുന്ന മിസൈലുകളൊക്കെ ഹീറ്റ് സീക്കിംഗ് മിസൈലുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചൂടുള്ള വസ്തു അതിനെ സെൻസ് ചെയ്ത് അതിൻ്റെ പുറകെയാണത് പോവുക. എങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയാലും ആ ചൂടുള്ള ആ വസ്തുവിൻ്റെ നേരെ തന്നെ അത് പോകും. അപ്പം വിമാനത്തിൻ്റെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂടിനെ സെൻസ് ചെയ്ത് ആണ് ഈ മിസൈലുകൾ വിമാനത്തിൻ്റെ നേരെ പോവുക. എങ്ങനെയൊക്കെ ഒടിഞ്ഞു വളഞ്ഞു തിരിഞ്ഞു പോയാലും ഈ മിസൈലുകൾ ആ വളഞ്ഞ അതേ രീതിയിൽ തന്നെ വിമാനത്തിനെ പിന്തുടർന്ന് തകർക്കും. അങ്ങനെയുള്ള മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള സിസ്റ്റംസാണ് ഈ 4th ജനറേഷൻ ഫൈറ്ററുകളിലുള്ളത്. അതിലേറ്റവും പ്രധാനം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് സീക്കിംഗ് മിസൈലുകളാണല്ലോ, ഹീറ്റിനെ സെൻസ് ചെയ്ത് വരുന്നതാണല്ലോ. അപ്പോൾ കൂടുതൽ ഹീറ്റുള്ള എന്തെങ്കിലും അതിൻ്റെ സമീപത്തുണ്ടെങ്കിൽ അത് ആ വഴിക്കങ്ങ് പോകും. അപ്പോൾ ഒരു ഹീറ്റ് സീക്കിംഗ് മിസൈൽ വിമാനത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ശക്തമായ ഫയർ ബോളുകൾ താഴേക്കിടും. ആ ഫയർ ബോളുകൾക്ക് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂടിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ മിസൈലുകൾ വഴിതെറ്റി ആ വഴിക്ക് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ ഇത് പുറത്തേക്ക് വിടുന്ന ഗ്യാസ്, ആ ഗ്യാസിന് എൻജിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിനേക്കാൾ ചൂട് കുറച്ച് സമയം നിലനിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ വരുന്ന മിസൈലിനെ അങ്ങനെയും വഴിതെറ്റിച്ച് വിടാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികൾ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് 4th ജനറേഷൻ ഫൈറ്ററുകൾ. F-16 ഏറ്റവും വിഖ്യാതമായ ഫൈറ്ററുകളിലൊന്നാണ്. അമേരിക്കയുടെ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-16, F-16, ഹാരിയർ 2, സുഖോയ് 27, F-117, മിറാഷ് 2000, ഭാരതത്തിനുണ്ടായിരുന്ന MiG-29, ഇതെല്ലാം ഈ 4th ജനറേഷൻ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ട് വരേണ്ടത് 5th ജനറേഷനാണ്. അതിൻ്റെ ഇടയ്ക്ക് 4th-ൻ്റെയും 5th-ൻ്റെയും ഇടയ്ക്ക് ഒരു ജനറേഷൻ കൂടിയുണ്ട്, 4.5 ജനറേഷൻ എന്ന് പറയും. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം 4th ജനറേഷനേക്കാൾ ഇത്തിരി കൂടിയതും എന്നാൽ 5th ജനറേഷൻ്റെ താഴെ നിൽക്കുന്നതുമാണവ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി അതിലുള്ളതെന്ന് പറഞ്ഞാൽ സൂപ്പർ ക്രൂയിസ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആഫ്റ്റർ ബേണിംഗ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള എല്ലാ വിമാനങ്ങളും ഈ സൂപ്പർസോണിക് സ്പീഡിലും മാക് 2-ലും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ 4.5 ജനറേഷനിലുള്ള വിമാനങ്ങളിൽ
ഈ ആഫ്റ്റർ ബേണിംഗ് ഇല്ലാതെ തന്നെ അവ സൂപ്പർസോണിക് സ്പീഡിലേക്ക് എത്തും. അപ്പോൾ വിമാനത്തിൻ്റെ ഇന്ധനക്ഷമത, വിമാനത്തിൻ്റെ റേഞ്ച് വളരെ കൂടും. അതുമാത്രമല്ല, ഈ 4.5 ജനറേഷനിലാണ് സൂപ്പർ കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമാനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ തുടങ്ങിയത്. അങ്ങനെയുള്ള കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോൾ വിമാനത്തിൻ്റെ ഭാരം ഒരുപാട് കുറയും. മാത്രമല്ല, ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അത് വളരെ കുറയും. റഡാറുകൾക്ക് സാധാരണ വിമാനങ്ങളെ കണ്ടെത്തുന്നത് പോലെ ഈ വിമാനങ്ങളെ കണ്ടെത്താൻ കുറച്ച് പ്രയാസമായിരിക്കും. അങ്ങനെ ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ 4.5 ജനറേഷൻ എന്ന് പറയുന്ന ആ ജനറേഷൻ ഫൈറ്ററുകൾ വന്നത്. ഈ അടുത്ത കാലത്ത് ഭാരതം വാങ്ങിയ റഫാൽ 4.5 ജനറേഷനാണ് ഭാരതം തന്നെ നിർമ്മിച്ച നമ്മുടെ സ്വന്തം തേജസ് MK1 വിമാനം, MK1, MK2 എന്നിവ 4.5 ജനറേഷനാണ്. അതേപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള സോവിയറ്റ് യൂണിയൻ്റെ Su-35, സുഖോയ് 35 4.5 ജനറേഷനാണ്. അങ്ങനെ 4.5 ജനറേഷനുള്ള ഫൈറ്ററുകൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. ഇതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന 5th ജനറേഷൻ ഫൈറ്ററുകൾ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ 4.5 ജനറേഷനുകൾ വരെയുള്ള എല്ലാ ടെക്നോളജികളും അതിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് ഇത് മാറുകയാണ്. അതാണ് സ്റ്റെൽത്ത് ടെക്നോളജി. നമുക്കറിയാം, തങ്ങളുടെ നേരെ വരുന്ന വിമാനങ്ങളെ എങ്ങനെയാണ് രാജ്യങ്ങൾ തിരിച്ചറിയുക? റഡാർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് റഡാർ എന്നതിൻ്റെ പൂർണ്ണരൂപം. അതായത് ഈ റഡാർ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വായു മുഴുവനും ഇങ്ങനെ സിഗ്നലുകൾ അയച്ചുകൊണ്ടേയിരിക്കും. ആ സിഗ്നലുകൾ എവിടെയെങ്കിലും തട്ടി, ഏതെങ്കിലും ഒരു സോളിഡ് ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ റിസീവ് ചെയ്യാവുന്ന ഒരു റിസീവർ മുതലുണ്ടായിരിക്കും. അങ്ങനെ തിരിച്ചു വരുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്തിട്ടാണ് ഇവ എന്താണ്, എവിടെ തട്ടിയാണ് ഇത് തിരിച്ചു വന്നത്, ആ വസ്തു എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ആ റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണഗതിയിൽ ഒരു വിമാനങ്ങൾക്കും റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. എന്നാൽ ഈ റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയുന്ന ടെക്നോളജിയെയാണ് സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ വിമാനങ്ങളെ അദൃശ്യമാക്കുക. ഉച്ചിയിൽ കൊണ്ട് ബോംബിടുമ്പോഴേ അറിയുള്ളൂ ഈ സാധനം വന്നു എന്നുള്ളത്. പല തരത്തിലാണ് ഈ വിമാനം സാധിക്കുന്നത്. ഒന്ന്, ആ വിമാനത്തിൻ്റെ പ്രത്യേക ഷേപ്പ്. ആ ഷേപ്പിൽ വരുമ്പം ഈ സിഗ്നലുകൾ ഈ റിസീവറുകളിലേക്ക് പോകാതെ അത് തട്ടി വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് അത് പോകും. അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. മറ്റൊന്ന്, ഇത് ഉപയോഗിച്ചിരിക്കുന്ന വിമാനം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കോമ്പോസിറ്റ് മെറ്റീരിയൽസ്, അതിലടിച്ചിരിക്കുന്ന പെയിൻറ്റ്, ഇവ ഈ സിഗ്നലുകളെ തിരിച്ചു പോകാതെ അബ്സോർബ് ചെയ്യും. അങ്ങനെ എങ്കിലും തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്നത് വളരെ കുറച്ച് സിഗ്നലുകളെ തിരിച്ചു പോവുകയുള്ളൂ. അങ്ങനെ പോകുന്ന സിഗ്നലുകളെ അനലൈസ് ചെയ്താൽ ഇതെവിടെ തട്ടിയാണ് വരുന്നത് എന്ന് പോലും ഈ റഡാറിൻ്റെ സിസ്റ്റത്തിന് മനസ്സിലാവില്ല. ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിൽ തട്ടി വരുന്നതായിട്ടേ ഇത് കണക്കാക്കുകയുള്ളൂ. അതിന് റഡാർ ക്രോസ് സെക്ഷൻ എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വസ്തുവിനും, ഈ ഭൂമിയിലെ എല്ലാ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്കും ഒരു റഡാർ ക്രോസ് സെക്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പലിൽ തട്ടിയാണ് വരുന്നത്. അപ്പോൾ ആ സിഗ്നലുകൾ അനലൈസ് ചെയ്യുമ്പം അതിന് കിട്ടുന്ന ചില കാൽക്കുലേഷൻസ് ഉണ്ട്. അതാണ് ആ കപ്പലിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ. സാധാരണഗതിയിൽ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 2 മുതൽ 3 മീറ്റർ സ്ക്വയർ വരെയാണ്. എന്നാൽ ഒരു പക്ഷിയുടെ റഡാർ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 0.1 മീറ്റർ സ്ക്വയർ, 0.2 മീറ്റർ സ്ക്വയർ ഒക്കെ സാധാരണ ഒരു പരുന്തിൻ്റെയോ കാക്കയുടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഒരു സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ 0.1 മീറ്റർ സ്ക്വയർ. അതായത് ഈ ഒരു സ്റ്റെൽത്ത് വിമാനത്തിൽ തട്ടി വരുന്ന സിഗ്നലുകളെ ഒരു റഡാർ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു പക്ഷിയായിട്ടായിരിക്കും. അതൊരു വിമാനമായിട്ട് ഇതിന് തോന്നുകയേയില്ല. അങ്ങനെ ഈ റഡാറിൻ്റെ കണ്ണ് കിട്ടിയാണ് ഈ സാധനം വരുന്നത്. ഇത് വളരെ 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 സങ്കീർണമായ ഒരു ടെക്നോളജിയാണ്. ഇതുവരെയുള്ള ടെക്നോളജികളുടെ ഒപ്പം ഈ സ്റ്റെൽത്ത് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് 5th ജനറേഷൻ ഫൈറ്റർ ആവുകയാണ്. 5th ജനറേഷൻ ഫൈറ്ററുകളിൽ ഏറെ മുന്നേറിയിരിക്കുന്നത് അമേരിക്കയും റഷ്യയും തന്നെയാണ്. അതിൽ തന്നെ അമേരിക്ക വളരെയധികം മുൻപിലാണ്. 90കൾ മുതൽ അവർ ഈ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-117, SR-71, F-22 റാപ്റ്റർ,
RQ-170 സെന്റിനൽ എന്നിവയൊക്കെ വളരെ വിജയകരമായ സ്റ്റെൽത്ത് ഫൈറ്ററുകളാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ അവർ വ്യാപകമായി ഉപയോഗിക്കുന്ന F-35 ലൈറ്റ്നിങ് എന്ന വിമാനമാണ് അവർ ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യയുടെ Su-57 എന്ന ഫൈറ്ററും. ഈ രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായും സ്റ്റെൽത്ത് ടെക്നോളജിയിൽ ഏറെ മുന്നേറിയിരിക്കുന്നത്. ലോകം മുഴുവനും ഒരുപാട് ഗവേഷണങ്ങൾ ഇതിനെപ്പറ്റി നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയും തന്നെയാണ്. നമ്മുടെ രാജ്യവും ഭാരതവും സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഗവേഷണത്തിൽ ഏറെ മുന്നേറിയിരിക്കുകയാണ്. ആംക എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഏകദേശം 2030 ഈ വിമാനങ്ങൾ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയുടെ J-20 5th ജനറേഷൻ ഫൈറ്ററാണ് എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിർത്തിയിലുള്ള നമ്മുടെ റഡാറുകളിൽ J-20 ഒക്കെ പല പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അവകാശവാദം നമുക്ക് വിശ്വസനീയമല്ല. ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിരിക്കുന്ന 2 5th ജനറേഷൻ ഫൈറ്ററുകൾ ഇവയാണ്. ഒന്ന് അമേരിക്കയുടെ F-35ഉം റഷ്യയുടെ Su-57ഉം. ഇതിൽ തന്നെ എല്ലാം കൊണ്ടും ടെക്നോളജിക്കലി അഡ്വാൻസായി നിൽക്കുന്നത് അമേരിക്കയുടെ ഫൈറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണ് വായിച്ചത്. എന്നാൽ റഷ്യയുടെ ഫൈറ്ററിനും അതിൻ്റേതായ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഉണ്ട്, അമേരിക്കയുടേതുണ്ട്, വിലയ്ക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അവിടെയുണ്ട്. ഈ 2 ഫൈറ്ററുകളും ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യമനുസരിച്ച് ഏത് ഫൈറ്റർ വേണം എന്നുള്ളത് നമ്മുടെ സൈന്യവും വിദഗ്ധരും സർക്കാരും എല്ലാം കൂടി തീരുമാനിക്കും. എന്തായാലും ഈ 2 ഫൈറ്ററുകളെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ ഇടാം. അങ്ങനെ വിമാനങ്ങളുടെ തലമുറകളെപ്പറ്റി ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.